ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ജൂൺ 5 പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിലോട്ട് ആദ്യം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മരത്തിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഒരു ചെടി നടുന്നതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുത്തത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക, അന്നേ ദിവസം മാത്രം കണ്ടക്ട് ചെയ്യുന്ന പല പല എൻവയോൺമെൻറ്റൽ ക്വിസുകൾ, അതേപോലെ എലക്ട്യൂഷൻ കോമ്പറ്റീഷനുകൾ, അല്ലെങ്കിൽ ക്ലാസ്സിലെ ചെറിയ ചെറിയ പോസ്റ്റർ ഉണ്ടാക്കൽ, അങ്ങനെയുള്ള പ്രവർത്തനത്തിൽ നിൽക്കുന്നതാണ് എൻവയോൺമെൻറ്റൽ ഡേ എന്ന് പറയുമ്പോഴത്തേനും. ശരിയാണ്, ഞാനും ഇതിനൊക്കെ പാർട്ടായിട്ടുണ്ട്. ഇന്നേ ദിവസം അതുപോലെ നിന്ന് ഫോട്ടോ എടുക്കാനും കുറച്ച് നേരം നിന്ന് വെള്ളം ഒഴിക്കാനും, എൻവയോൺമെൻറ്റൽ ഡേയിൽ പ്രത്യേകിച്ച് ക്ലബ്ബുകൾ, സ്കൂളുകളിലെ ക്ലബ്ബുകൾ എന്താ പറയുക, അത് ഇനീഷ്യേറ്റീവ് എടുത്ത് അതിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യുക. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ, ഞാൻ 10th വരെ CBSE ഞാൻ പഠിച്ച സ്കൂളിൽ നമ്മുടെ ഓരോരുത്തരുടെ നാളുകൾക്ക് ഓരോരോ വൃക്ഷങ്ങളുണ്ട്. അപ്പം ഓരോ വൃക്ഷത്തെ നടൽ, അന്നേ ദിവസം ഇതുപോലെ ഓരോ വൃക്ഷത്തെ നടൽ. അപ്പം ഒരേ നാളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ, സ്കൂളല്ലേ. അപ്പോൾ അങ്ങനെ നറുക്ക് വീണപ്പം എൻ്റെ നാള് ഭരണിയാണ്. അപ്പം എനിക്കാണ് എൻ്റെ നാളിൻ്റെ നെല്ലി എന്ന് പറയുന്ന വൃക്ഷത്തെ നടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഏത് ക്ലാസ്സിലാണെന്ന് ഓർക്കുന്നില്ല, ഒരു 6-7 കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ പോയിട്ട് ഞാൻ നടലും, ഞാൻ ആദ്യ സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഡെയിലി പോയി വെള്ളം ഒഴിക്കലൊക്കെ. ഇപ്പം ആ മരം അവിടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. അതേപോലെ തന്നെ വീട്ടിലാണേലും അന്നേ ദിവസം ഒരു മരം നടണം. അതൊരു പരിസ്ഥിതി ദിനമാണല്ലോ, അന്നേ ദിവസം ഒരു മരം നടണം. ആ ഒരു ഉദ്ദേശത്തിൽ ചിലപ്പോൾ പോയി എന്തെങ്കിലും മാവോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നടും, വെള്ളം ഒഴിക്കും, ഫോട്ടോ എടുക്കും, കഴിഞ്ഞു. ഇന്നത്തെ സമൂഹത്തിന് ഇതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച്. ഈ പരിസ്ഥിതി എന്ന് പറയുമ്പോഴത്തേനും കാടും മരവും മലയും മാത്രമല്ല ഉൾപ്പെടുന്നത്. നമ്മൾ ശ്വസിക്കുന്ന ശ്വാസവും അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ കിട്ടുന്ന വെള്ളവും എല്ലാം ഈ പറഞ്ഞ പരിസ്ഥിതിയിൽ പെടും. നമ്മളിൽ നിന്നാണ് ഒരു മാറ്റം തുടങ്ങേണ്ടത്. നമ്മൾ പലരും ചോക്ലേറ്റ്സും അതുപോലെ തന്നെ എന്താ പറയുക, പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് അങ്ങ് വലിച്ചെറിയും. എത്രയെന്ന് പറഞ്ഞാലും ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട്. ഈവൻ വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം അവിടെ റോഡിലും അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെ ദയവായിട്ട് നിങ്ങളിൽ നിന്ന് മാറ്റം വരുത്താൻ തുടങ്ങുക. എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇവൻ ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കും പരിസ്ഥിതി ദിനത്തിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ ചെടിയുടെയും മരത്തിൻ്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ പറഞ്ഞ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ഇത് നമുക്ക് കുടുംബസ്വത്തായിട്ട് കിട്ടിയതോ ഒന്നുമല്ല. നമുക്ക് തലമുറകളായി വരുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ചോദിച്ച് മേടിക്കുന്ന കാലങ്ങളായിട്ട് കിട്ടി വരുന്നൊരു സംഭവമാണിത്. അല്ലാണ്ട് ആരുടെ കുടുംബസ്വത്തായിട്ടോ ഒന്നും നമുക്കിതിനെ കണക്കാക്കാൻ പറ്റത്തില്ല. ഇനി പരിസ്ഥിതി ദിനത്തിന് ഈ പറഞ്ഞ പരിപാടികളൊക്കെ നല്ലതാണ്, വേണ്ടാന്നല്ല. പക്ഷേ എന്തിനാണ് പരിസ്ഥിതി ദിനത്തിന് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തുകൊണ്ട് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല? എന്തുകൊണ്ട് നോർമൽ ഒരു ഡേ പോയി ഒരു ചെടി നടുന്നില്ല? അല്ലെ അതിനെ ചെടി നട്ടിട്ട് അതിനെതിരെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നില്ല? ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ചെടികള്, പൂക്കള്, മരങ്ങള് ഇത് ഒന്നുമായിട്ടൊരു ബന്ധമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് 4 ചുവരുകൾക്കുള്ളിൽ കുട്ടികളെ അടച്ചിട്ടേക്കാണ്. ഒരു ഫോണും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരവിടെ തന്നെ ഇരിക്കും. ആരും ബെയർ ഫുട്ടഡ് ആയിട്ട് മണ്ണിലിറങ്ങി നടക്കുമോ, ഒരു മണ്ണിനെ പിടിക്കുമോ, അല്ലെങ്കിൽ ഒരു തുമ്പ എടുത്തൊന്ന് കിളയ്ക്കുമോ? ഇന്നത്തെ അവർക്കൊക്കെ ചോദിച്ചാൽ അവർക്ക് ആർക്കും അറിയത്തില്ല. കാര്യം എന്താ? ഇതാരും ഇവരെ ശീലിപ്പിച്ചിട്ടില്ല, അല്ലെ ഇവരാരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. സോ അങ്ങനെ ഒരു രീതിയിൽ നിന്ന് മാറ്റി കുട്ടികളെയും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇൻസ്റ്റയിൽ ഒരു കുട്ടിയുണ്ട്, എബിൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ കുഞ്ഞാണ്, ഹന്ന റോസ് എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടീനെ അവർ എത്ര നന്നായിട്ടാണ് വളർത്തുന്നതെന്നറിയോ? ആ കുട്ടിയുടെ ഓരോ വീഡിയോ കാണുമ്പോഴും നമുക്ക് ഭയങ്കര പോസിറ്റീവാണ്. എനിക്കൊന്നും LKG കണ്ടേ ആയിട്ടില്ല, LKG ആയോ എന്തോ, അത്രേ ഉള്ളൂ കുട്ടി. ആ കുട്ടി മണ്ണിനെ പിടിക്കുന്നതും, ആ കുട്ടി അവിടുത്തെ പാടത്തും പറമ്പത്തും അതുപോലെ അവിടെ ഉണ്ടാകുന്ന ഓരോ കൃഷിയെ നോക്കി വളർത്തുന്നതും, അതിനുവേണ്ടി കൂട്ടിയിരിക്കുന്നതും, ആ ചെടിയെ തൊടുന്നതും ഇന്നത്തെ കുട്ടികൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണത്. ആരും ഇതൊന്നും ചെയ്യാറില്ല. ഈവൻ ഞാനാണെ പോലും എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. അപ്പം ചെടികളുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും പണ്ട് എൻ്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, പെൺകുട്ടികൾക്ക് സാധാരണ പൂവും ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതിന് പൂവും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ പൂ വന്നാൽ അത് പറിച്ചെടുക്കും, അതല്ലാതെ ഞാനതിന് അങ്ങനെ ഇങ്ങനെയൊന്നും വെള്ളം ഒഴിക്കാറൊന്നുമില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതൊന്നും അങ്ങനെയല്ല നിൽക്കേണ്ടത്.
നമ്മളും കുറേ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈവൻ എൻ്റെ വീട്ടിൽ എത്ര ചെടി ഉണ്ടെന്ന് ഇപ്പം ചോദിച്ചാൽ എനിക്ക് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല, കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ടാവും. പലരും പല ചെടികളും പല മരങ്ങളും കണ്ടിട്ടുണ്ടാവില്ല വീട്ടിലുള്ളത്. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ഒരു ഇറങ്ങി നടക്കലോ അല്ലെ മരങ്ങൾക്കിടയിലോട്ട് പോവോ അതിന് നേരത്തെ വെള്ളം കൊടുക്കലോ അങ്ങനെയുള്ള ഒരു ശീലങ്ങളും നമുക്ക് ഉണ്ടായിട്ടില്ല. ആരെയും ഞാൻ കുറ്റപ്പെടുത്തതല്ല. സോ ഇതുവരേക്കും അങ്ങനെയൊന്നും ചെയ്യാത്തവരാണെങ്കിലും ഇനിയും സമയമുണ്ട്. ഇനിയേലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ഇറങ്ങിച്ചെന്ന് നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കാൻ ശ്രമിക്കുക. അതേപോലെ അതിന് ദോഷം വരുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാണ്ടിരിക്കുക. ഞാനൊരു കഥ പറയാം. ആലപ്പുഴയിൽ ഒരു മുത്തശ്ശിയുണ്ട്, ദേവകി അമ്മ എന്ന് പറഞ്ഞിട്ട്. അവർ 1980 മറ്റോ അവർക്ക് അവരുടെ ഹസ്ബൻഡുമായിട്ട് പോണ സമയത്ത് ഒരു അപകടം ഉണ്ടായി. അങ്ങനെ അവർക്ക് ചലനശേഷി നഷ്ടപ്പെട്ട് അവർ ഫുള്ളി ബെഡ് റിഡൺ ആയിപ്പോയായിരുന്നു. അപ്പോൾ മുന്നോട്ട് എഴുന്നേക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നപ്പോഴത്തേനും എപ്പോഴോ ഒരു തവണ ഇവർ മറ്റേ വാക്കറിൻ്റെയും കമ്പിയുടെയും സ്റ്റിക്കിൻ്റെയൊക്കെ സഹായത്തോട് നടന്ന ഒരു തൈ നട്ട്. ആ തൈ നട്ടതിലൂടെയാണ് അവരുടെ ലൈഫിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായെന്ന് വേണം പറയാം. കാര്യം അവരങ്ങനെ നട്ടു, അവർ ഓരോ ദിവസവും ഓരോ തൈ വെച്ച് നട്ടു. അങ്ങനെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള 5 ഏക്കറിൽ അവർ അനവധി വൃക്ഷങ്ങളും അതേപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, അതേപോലെ ഒരുപാട് ബേർഡ്സ് അവിടെ വരാറുണ്ട്. നല്ല എന്താ പറയുക, വലിയൊരു വനം തന്നെ അവർക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഓരോ ദിവസവും ആലോചിക്കണം, ഓരോ ദിവസവും അവർ ഓരോ തൈ നട്ട് 5 ഏക്കറിലാണ് അവർ ഈ പറഞ്ഞ ഒരു വനം തന്നെ അവർ സൃഷ്ടിച്ചു. അതിൽ അവർ തപോവനം എന്ന് പേരിടുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ പറിക്കാനുണ്ടെങ്കിൽ പറിച്ചെടുത്ത് കൊടുക്കും. അതേപോലെ എന്താ പറയുക, ഒരുപാട് കുട്ടികൾ അവിടെ വരാറുണ്ട്, കാണാൻ വരുന്നവരുണ്ട്. അതേപോലെ മരങ്ങൾ, പലതരത്തിലുള്ള മരങ്ങൾ, ഔഷധ മരങ്ങൾ, ഔഷധ ചെടികൾ, ഇതൊക്കെ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അവരുടെ ഇത്. അപ്പം വനമുത്തശ്ശി എന്നാണ് അവരെ വിളിക്കുന്നത്. ഇവർക്ക് 2026 പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു ഈ ഒരു കാര്യം ചെയ്ത്. അതായത് ഇത്തരത്തിലൊരു അവർക്ക് ഇപ്പോഴും ഇപ്പം എത്രയോ 90 സംതിങ് എത്രയോ വയസ്സുണ്ട്, പക്ഷേ ഇപ്പോഴും അവർ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പത്മശ്രീ പുരസ്കാരത്തിന് എന്നപ്പം ഇവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്: ഒരാൾക്ക് ശ്വസിക്കണമെങ്കിൽ ഒരു മരമെങ്കിലും വേണം. ഇത്ര മാത്രമായിരുന്നു അവരുടെ മെസ്സേജ്. എന്ത് സിമ്പിളാണല്ലേ, കേൾക്കുമ്പോൾ നമ്മൾ തള്ളിക്കളയും. പക്ഷേ അവർ പറഞ്ഞതിൽ അത്രത്തോളം വാല്യൂ ഉണ്ട്. കാര്യം നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ കൂടിക്കൂടി വരികയാണ്, അതിനനുസരിച്ച് മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുവാണ്. ഉണ്ടായിരുന്ന മരങ്ങളും കാടുകളും എല്ലാം വെട്ടി നശിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിന് പ്രശ്നം വരുന്നു, മറ്റ് ഇതിന് പ്രശ്നം വരുന്നു. ഇപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒരു രീതിയിലും എന്താ പറയുക, ചൂടാണെങ്കിൽ എക്സ്ട്രീം ചൂട്, മഴയാണെങ്കിൽ എക്സ്ട്രീം മഴ, വെള്ളപ്പൊക്കം, പ്രശ്നങ്ങൾ, ദുരിതം, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കാലം തരുന്നൊരു മുന്നറിയിപ്പാണ്. ഇതിനെയൊക്കെ മനസ്സിലാക്കി നമ്മളാൽ കഴിയുന്ന പോലെ ഒരു പരിസ്ഥിതി ദിനം വരാൻ കാത്തിരിക്കാതെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരെണ്ണം നട്ടാൽ മതി, ആ ഒരെണ്ണത്തിനെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതി. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കുട്ടികൾക്കും ഈ ഒരു കാര്യം മാതൃകയാക്കി പറഞ്ഞു കൊടുക്കുക. അവർക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ അവർക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും ഇതിനുമൊക്കെ നമ്മളൊരു പ്രചോദനമാവുകയോ ഒരു മാതൃകയാവുകയോ ചെയ്യണം. അപ്പം എല്ലാവർക്കും ഹാപ്പി എൻവയോൺമെന്റൽ ഡേ. താങ്ക് യു.